ഭൂലോക സൃഷ്ടാവായ ദൈവം നാം വസിക്കുന്ന ഈ സ്വർഗതുല്യമായ ഭൂമിയിൽ അതിലുള്ള ജീവജാലങ്ങളെ എല്ലാത്തിനും ഉപരി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രധാന തീരുമാനം കൂടി എടുത്തിരുന്നു. തന്റെ ഭൂമിയിലേക്ക് അയക്കുക എന്നതായിരുന്നു. ചക്രവാള അമ്മയായിരിക്കാൻ അത്യന്തം പരിശുദ്ധിയും നിർമ്മലയും വേണ്ടുന്ന കന്യകാമാരിയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് ഒട്ടും പ്രയാസത്തിലേക്ക് വന്നില്ല. പക്ഷെ ആരായിരിക്കും തന്റെ അരുമ മകനെ വളർത്തിപ്പിതാകുന്നു? ദൈവം ഭൂമിയെ ഒരു റൗണ്ട് ഒന്ന് കറക്കി നോക്കി. എവിടെയുമില്ല. ഉണ്ടല്ലോ. ഭൂമിയെ ദൈവം മെല്ലെ ഒന്ന് പിറകോട്ട് കറക്കി നോക്കി. അതാ അവിടെ കുറച്ച് താഴെയൊക്കെ ഉള്ള ഒരാൾ കുത്തിയിരുന്ന് എന്തൊക്കെയോ പണികൾ ചെയ്യുന്നു. മരപ്പണിക്കാരനാണെന്ന് തോന്നുന്നു. ദാവീദിന്റെ വംശത്തിലെ യാക്കോബിന്റെ പുത്രൻ. രാജവംശത്തിനാണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരമോ ഗർവോ ലവലേശം പോലുമില്ല. നാട്ടിലെ ധർമ്മശീലൻ ജോസഫ് എന്നു പേരുള്ള ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് നീതിമാനായ കുടുംബപിതാവ്. വർഷങ്ങൾക്ക് നീണ്ട പ്രണയത്തിനും സ്നേഹത്തിനും ഒടുവിൽ നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ട് ജീവിതം ആരംഭിക്കുന്നവർ പോലും 3-4 മാസങ്ങൾ കൊണ്ട് കുടുംബ കോടതിയിൽ എത്തുന്ന വാർത്തകൾ കൂടിക്കൂടി വരുമ്പോൾ നാം ഓർക്കണം, ഉപേക്ഷിക്കാനും തള്ളിക്കളയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ സ്വന്തം ജീവിത പങ്കാളിയെ മകനെ സംരക്ഷിക്കാനായി സ്വപ്നത്തിൽ വന്ന ദർശനമനുസരിച്ച് പ്രവർത്തിക്കുകയും കുടുംബം പോറ്റാനായി മരപ്പണി ചെയ്യുകയും ചെയ്യുന്ന സ്നേഹനിധിയും വിശ്വസ്തനുമായ ഒരു പിതാവ് നമ്മൾക്കുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് തിരുക്കുടുംബനാഥനായ വിശുദ്ധ യോസേഫ് എന്നാണ്. വിശുദ്ധ യോസേഫ് പിതാവ് പലവിധ ക്ലേശങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ധൈര്യപൂർവ്വം നീതിപൂർവ്വം അഭിമുഖീകരിക്കുന്നത് നമുക്ക് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസർ തന്റെ സാമ്രാജ്യത്തിലെ എല്ലാവരും അവരുടെ സ്വദേശത്ത് പോയി പേരെടുപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചപ്പോൾ പോലും അദ്ദേഹം താമസവിന അനുസരിച്ചു. ഒരു ലൗകിക ചക്രവർത്തിയുടെ കൽപ്പന പോലും ദൈവഹിതമായിട്ടാണ് അദ്ദേഹം കണ്ടത്. പൂർണ്ണഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ബെത്ലഹേം വരെ പോവുകയും ചെയ്തു. വിശുദ്ധ മാതാവിന് ശേഷം നമ്മുടെ ഭൂലോക ആൾക്കാർക്ക് ഏറ്റവും വിശുദ്ധനും